ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മില്ലിംഗ് മെഷീനെ കുറിച്ചാണ്. മില്ലിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിംഗ് മെറ്റൽ ബൈ ഫീഡിംഗ് ദി വർക്ക് എഗനസ്റ്റ് ദ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ കാൾഡ് മില്ലിംഗ് കട്ടർ. എന്താണ് ഫീഡിംഗ് ദി വർക്ക് എഗനസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ? നമ്മൾ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. ആ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ നമ്മൾ എന്താണ് പറയുന്നത്? മില്ലിംഗ് കട്ടർ എന്ന് പറയും. മില്ലിംഗ് ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിന് നമ്മൾ പറയുന്നത് മില്ലിംഗ് കട്ടർ എന്നാണ്. അപ്പോൾ ആ മില്ലിംഗ് കട്ടറിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് പീസിനെ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മില്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ മെഷീൻ ടൂൾ ഇൻറ്റൻഡഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് നോൺ ആസ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഈ മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ ഏത് മെഷീനിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് മെഷീനാണ് ഇതിനു വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ആ മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സർഫസ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെഷീൻ ടൂൾ ഈസ് സുപ്പീരിയർ ഇൻ ക്വാളിറ്റി ആൻഡ് മോർ ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. അപ്പോൾ നമ്മൾ മറ്റ് മെഷീനിങ് പ്രോസസ്സിനെ, ഇപ്പോൾ നമുക്ക് പ്ലെയിനറോ സ്ലോട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ ഷേപ്പറോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സർഫസ് പ്ലെയിൻ ചെയ്തെടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മെഷീൻ ചെയ്തെടുക്കുക, അതിനെ ആ സെയിം വർക്ക് പീസ് തന്നെ നമ്മൾ മില്ലിങ്ങിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലിങ്ങിൽ ചെയ്ത വർക്ക് പീസിന് കൂടുതൽ ക്വാളിറ്റിയും മോർ ആക്യുറേറ്റും പ്രിസൈസുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മറ്റ് മെഷീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മില്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് സുപ്പീരിയർ സർഫസ് ക്വാളിറ്റി ഉണ്ടാകും, മോർ ആക്യുറേറ്റ് ആയിരിക്കും, മോർ പ്രിസൈസ് ആയിരിക്കും. 1818 എലി വാറ്റ്നി എന്ന എഞ്ചിനീയറാണ് ഒരു മില്ലിംഗ് മെഷീൻ ആദ്യമായി കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത്. അതേപോലെ തന്നെ ജോസഫ് ബ്രൗൺ 1861 ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തു. ജോസഫ് ബ്രൗൺ ആ കമ്പനിയാണ്, അല്ലെങ്കിൽ ബ്രൗൺ ആൻഡ് ഷാർപ്പി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിങ് പ്ലേറ്റ് തന്നെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സിങ് പ്ലേറ്റ് ആണ് ബ്രൗൺ ആൻഡ് ഷാർപ്പി. ആ കമ്പനി അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ 1861 ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഡിസൈൻ ചെയ്ത ജോസഫ് ബ്രൗൺ, അദ്ദേഹത്തിനുള്ള ആദരവായിട്ടാണ് നമ്മുടെ ആ ഇൻഡെക്സിങ് പ്ലേറ്റിന് ബ്രൗൺ ആൻഡ് ഷാർപ്പി ഇൻഡെക്സിങ് പ്ലേറ്റ് എന്നുള്ള പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ പ്രിൻസിപ്പിൾ കാണാം. നമുക്ക് ഈ മില്ലിംഗ് മെഷീനെ ബേസിക്കലി ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്നും വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പിന് അല്ലെ ടേബിളിന് ടോപ്പ് സർഫസിന് പാരലായിട്ടാണ് നമ്മുടെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് മില്ലിംഗ് കട്ടറിൻ്റെ റൊട്ടേഷൻ ആക്സിസ് നമ്മുടെ ടേബിൾ ടോപ്പിന് പാരൽ, അല്ലെങ്കിൽ വർക്ക് പീസിന് ടോപ്പ് സർഫസിന് പാരലായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് എന്നും, അതേപോലെ തന്നെ നമ്മുടെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ ടോപ്പ് സർഫസ് അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് പീസിൻ്റെ ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെർട്ടിക്കൽ മില്ലിംഗ് എന്നും പറയും. സോ ഇതാണ് നമ്മുടെ ഒരു മില്ലിംഗ് മെഷീൻ, കോളം ആൻഡ് നീ ടൈപ്പ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മില്ലിംഗ് മെഷീനാണ് കോളം ആൻഡ് നീ ടൈപ്പ്. ആ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് ആണ് നമുക്ക് നോക്കാം. ദാ ഇവിടെ നമുക്കൊരു ബേസ് പോർഷൻ ഉണ്ട്, അത് മാർക്ക് ചെയ്തിട്ടില്ല, അതിനാണ് നമ്മൾ ബേസ് എന്ന് പറയും. ദാ ഇവിടെ കോളം ഉണ്ട്, ഒരു കോളം ഉണ്ട്. കോളത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഓവർ ആം ഉണ്ട്, ആർബർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ആർബർ സപ്പോർട്ട് എന്ന് പറയും, ആർബർ ഉണ്ട്, കട്ടിംഗ് ടൂൾ ഉണ്ട്, ഒരു മെഷീൻ വൈസ് ഉണ്ട്. ആ വൈസ് എന്തിനാണ്? ഒരു ഫിക്സറാണ്, വർക്കിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫിക്സറായിട്ട് മെഷീൻ വൈസ് കൊടുത്തിട്ടുണ്ട്. ആ മെഷീൻ വൈസ് എന്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്? ഒരു ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ടേബിൾ എന്തിൻ്റെ മുകളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാഡിലിൻ്റെ മുകളിലായിരിക്കും ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സാഡിൽ എന്ന് പറയുന്നത് നീ എന്ന് പറയുന്ന പാർട്ടിൻ്റെ ടോപ്പ് ഗൈഡ് ബേസിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നീയെ വെർട്ടിക്കലി മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ദാണ്ട് ഇവിടെ ഒരു ഗൈഡ് വേ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു വെർട്ടിക്കൽ ട്രാവേഴ്സ് ഫീഡ് അല്ലെ എലിവേറ്റിംഗ് സ്ക്രൂവിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഫീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. നമുക്കിവിടെ കാണാം ഒരു മില്ലിംഗ് കട്ടർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മില്ലിംഗ് കട്ടറിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഡയറക്ഷനിൽ നമ്മൾ എന്തിടുന്നു? വർക്ക് പീസിനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ഡയറക്ഷനിൽ ഫീഡ് ചെയ്യാം, ഏത് ഡയറക്ഷനിൽ ഫീഡ് ചെയ്താൽ അത് നമ്മൾ അപ്പ് മില്ലിംഗ് ഡൗൺ മില്ലിംഗ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളായ മില്ലിംഗ് കട്ടറിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് പീസിനെ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ ടൂൾ വരുന്നു, ഇതാ ഇവിടെ വർക്ക് പീസ് ഉണ്ട്. ഇപ്പോൾ ടൂൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് പീസിനെ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോളം ആൻഡ് നീ ടൈപ്പാണ് ഏറ്റവും ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് തന്നെ വീണ്ടും സബ് ഡിവിഷൻ വരുന്നുണ്ട്. ഹാൻഡ് മില്ലിംഗ് മെഷീൻ, പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ, ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. ഇനി മാനുഫാക്ചറിങ് ഓഫ് ഫിക്സഡ് ബെഡ് ടൈപ്പ്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും സിംപ്ലക്സ് മില്ലിംഗ് മെഷീൻ, ഡ്യൂപ്ലക്സ് മില്ലിംഗ് മെഷീൻ, ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലെയിനർ ടൈപ്പ് മില്ലിംഗ് മെഷീൻ ഉണ്ട്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഇരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് റോട്ടറി ടേബിൾ മില്ലിംഗ് മെഷീൻ ഉണ്ട്, ഡ്രം മില്ലിംഗ് മെഷീൻസ് ഉണ്ട്, പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻസ് ഉണ്ട്, പാൻറ്റോഗ്രാഫ്
പ്രൊഫൈലിംഗ് ആൻഡ് ട്രേസർ കൺട്രോൾഡ് മില്ലിംഗ് മെഷീൻസ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് നോക്കാം. ഇൻ ഹാൻഡ് മില്ലിംഗ് മെഷീൻ ദ കട്ടർ ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആർബർ ആൻഡ് ഈസ് റൊട്ടേറ്റഡ് ബൈ പവർ. അപ്പോൾ ഇവിടെ നമ്മുടെ കട്ടിംഗ് ടൂള് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ആർബറിലായിരിക്കും. അതിനുശേഷം ഇതിന് പവർ കൊടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ ഈ ഹാൻഡ് മില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത് ഷോർട്ട് കീ വേസ് അല്ലെങ്കിൽ ഗ്രൂവിങ് ഓപ്പറേഷന് വേണ്ടി, വളരെ ചെറിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ, വളരെ പവർ കുറഞ്ഞ ടൈപ്പ് മെഷീൻസ് ആണ് ഹാൻഡ് മില്ലിംഗ് മെഷീൻസ്. ഇനി പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ഉണ്ട്. ഈ ഹാൻഡ് മില്ലിംഗ് മെഷീൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസ്, വളരെ പവർ കൂടിയത്, മോട്ടേഴ്സും അല്ലെങ്കിൽ സ്പിൻഡിലുമുള്ള ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് ആണ് പ്ലെയിൻ മില്ലിംഗ് മെഷീൻസ്. ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സ്പിൻഡിലിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്നും വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ സ്പിൻഡിൽ ഹൊറിസോണ്ടൽ ആക്സിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയും. ഇതിനകത്തും നമ്മൾ വർക്ക് പീസ് ഫിക്സ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? ടേബിളിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഈ ടേബിളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 3 ഡയറക്ഷനുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ഉണ്ടാവും, ട്രാവേഴ്സ് ഫീഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഫീഡ് ഉണ്ടാവും, അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫീഡ് ഉണ്ടാവും. അപ്പോൾ 3 ഡയറക്ഷനിൽ ഫീഡ് വരും. ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ഉണ്ടാവും, ട്രാവേഴ്സ് ഫീഡ് ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് ഫീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫീഡ് 3 ഡയറക്ഷനിൽ. അപ്പോൾ XYZ ഇങ്ങനെ നമുക്ക് പറയാം. XYZ 3 ഡയറക്ഷനിലും ഇതിന് ഫീഡ് ഉണ്ടാവും. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ ടേബിളിന് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് സ്വിവൽ ചെയ്യാൻ പറ്റും. വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ സിമിലർ ടു പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, ഇൻ അഡീഷൻ ടു 3 ടേബിൾ മൂവ്മെൻറ്റ്സ് ദ ടേബിൾ ക്യാൻ ബി സ്വിവൽഡ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ഉണ്ട്. നമ്മുടെ പ്ലെയിൻ മില്ലിംഗ് മെഷീനിൽ ലോഞ്ചിറ്റ്യൂഡൽ ഫീൽഡ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഫീഡ് ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ 3 ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ഉണ്ട്. ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്വിവലിങ്ങിനുള്ള ഒരു പ്രൊവിഷനോടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ നമ്മൾ ഏത് ടൈപ്പ് മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനാണ്. അതേപോലെ തന്നെ ഓർത്തിരിക്കുക, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിൻ്റെ ടേബിളിന് നമുക്ക് സ്വിവൽ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. എന്താണ് ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് നോക്കാം. ഇത് നമ്മുടെ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടൈപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നീ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ നീ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ സ്വിവൽ ചെയ്യാം. ഈ നീ എന്ന് പറയുന്ന പോർഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ സ്വിവൽ ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ടേബിളിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ടേബിളിനെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നീ എന്ന് പറയുന്ന പാർട്ടിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിങ്ങിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് മില്ലിംഗ് മെഷീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടാകും? നമുക്ക് ടേബിളിന് കൺവെൻഷണൽ ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് ഉണ്ടാവും, ട്രാൻസ്വേഴ്സ് ഫീഡ് ഉണ്ടാവും, വെർട്ടിക്കൽ ഫീഡ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ അതിൻ്റെ ടേബിളിനെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം, നീയെ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലും നമുക്ക് സ്വിവൽ ചെയ്യാൻ സാധിക്കുന്നു. ഇനി സ്പൈറൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത ഇതിന് 3 ഫീഡ്, അതായത് ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ്, ട്രാൻസ്വേഴ്സ് ഫീഡ്, വെർട്ടിക്കൽ ഫീഡ് കൂടാതെ ടേബിളിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്വിവൽ ചെയ്യാം, നീയെ വെർട്ടിക്കൽ പ്ലെയിനിൽ സ്വിവൽ ചെയ്യാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. ദ സ്പിൻഡിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ വർക്ക് ടേബിൾ. നമ്മുടെ വർക്ക് ടേബിൾ ഉണ്ടല്ലോ, നമ്മുടെ വർക്ക് ടേബിൾ, ഇതിപ്പോൾ വർക്ക് പീസ് അല്ലെങ്കിൽ വർക്ക് ടേബിൾ ആണെന്ന് കരുതുക. ഈ വർക്ക് ടേബിളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് പറയുന്നത്, സ്പിൻഡിലിൻ്റെ ആക്സിസ് വരുന്നത്. അത്തരം ടൈപ്പ് മെഷീൻസിനാണ് നമ്മൾ വെർട്ടിക്കൽ മെഷീൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയും. ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ പ്ലെയിനർ പഠിച്ചാണ്, അതുമായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഈ ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻസിന്. സോ വളരെ വലിയ, നമ്മുടെ കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്യുന്ന കോളം ആൻഡ് നീ ടൈപ്പിൽ ഫിക്സ് ചെയ്ത് മെഷീൻ ചെയ്യാൻ പറ്റാത്ത സൈസിലുള്ള വർക്ക് പീസസിനെ നമുക്ക് മില്ലിംഗ് ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു ബെഡിൻ്റെ മുകളിലായിരിക്കും. ആ ബെഡിൻ്റെ മുകളിൽ നമുക്ക് ടേബിളിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ടേബിളിൽ T സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ T സ്ലോട്ട്സിൽ നമുക്ക് ക്ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഫിക്സേഷൻ്റെ സഹായത്തോടു കൂടി വർക്ക് പീസിനെ ഫിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് സ്പിൻഡിലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇതിനെ സിംപ്ലക്സ് ടൈപ്പ്, ഡ്യൂപ്ലക്സ് ടൈപ്പ്, ട്രിപ്ലക്സ് ടൈപ്പ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് എത്ര സ്പിൻഡിൽ അവൈലബിൾ ആണ്, വർക്ക് സ്പിൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ടൂൾ ഹെഡ് എത്ര എണ്ണം അവൈലബിൾ ആണ്, അതിൻ്റെ ഒരു
എണ്ണം അനുസരിച്ച് നമ്മളിതിനെ സിംപ്ലക്സ്, ഡ്യൂപ്ലക്സ്, ട്രിപ്ലക്സ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 കോളം കാണാം അല്ലേ, 2 കോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ കോളത്തിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ടൈപ്പിലൊരു ടൂൾ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ടൂൾ ഹെഡിൻ്റെ എൻഡിലായിട്ട് മില്ലിംഗ് കട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. ബെഡിന് മുകളിൽ ടേബിൾ വരുന്നുണ്ട്. ആ ടേബിളിൽ നമുക്ക് വർക്ക് പീസിനെ ഫിക്സ് ചെയ്യാം, ക്ലാമ്പ് അല്ലെങ്കിൽ ഫിക്സേഷൻ്റെ സഹായത്തോടു കൂടി ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കോളത്തിൽ നമുക്ക് നമ്മുടെ ടൂൾ ഹെഡിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് പൊസിഷൻ ചെയ്ത് റിക്വയർഡ് ആയിട്ടുള്ള മെഷീനിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാം. ഇനി എന്താണ് സിംപ്ലിക്സ് മില്ലിംഗ് മെഷീൻ എന്ന് നോക്കാം. ദിസ് മെഷീൻ കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 സ്പിൻഡിൽ ഹെഡ്. അപ്പോൾ ഈ പോർഷൻ അങ്ങ് മായ്ച്ച് കളഞ്ഞാലോ, ഈ പോർഷൻ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്തോ ഉണ്ടോ അതിനെയാണ് നമ്മൾ സിംപ്ലക്സ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലക്സ് ടൈപ്പ് മില്ലിംഗ് മെഷീനിൽ ഒറ്റ കോളമേ ഉണ്ടാവും. ആ ഒറ്റ കോളത്തിൽ ഒരു ടൂൾ ഹെഡ് ഉണ്ടാവും. ആ ടൂൾ ഹെഡിൽ ഒരു കട്ടർ ഉണ്ടാവും. ആ ടൂൾ ഹെഡിന് ആ സിംഗിൾ ആയിട്ടുള്ള കോളത്തിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ സാധിക്കും. അത്തരം ടൈപ്പ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീനാണ് സിംപ്ലക്സ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇനി ഡ്യൂപ്ലക്സ് എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കാണുന്ന സംഭവമാണ് ഡ്യൂപ്ലക്സ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ 2 കോളം ഉണ്ടാവും. അതേ 2ലും സെപ്പറേറ്റ് ആയിട്ട് 2 ടൂൾ ഹെഡ് ഉണ്ടാവും. ഈ 2 ടൂൾ ഹെഡിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യാം. കാരണം 2 മോട്ടർ ആയിരിക്കും. 2 മോട്ടർ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് 2 ഡിഫറെൻറ്റ് ഹൈറ്റിൽ അറ്റ് എ ടൈമിൽ നമുക്ക് മെഷീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡ്യൂപ്ലക്സ് മില്ലിംഗ് മെഷീൻ ഹാവ് 2 സ്പിൻഡിൽ ഹെഡ്, 1 ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ടേബിൾ. അപ്പോൾ ടേബിളിൻ്റെ 2 സൈഡിൽ, അതായത് ഓരോ സൈഡിലും ഓരോ സ്പിൻഡിൽ ഹെഡ് വെച്ച് ഉണ്ടാവും. അത് അടുത്ത ടൈപ്പാണ് ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ എന്ന് പറയും. ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ ഹാവ് 3 സ്പിൻഡിൽ ഹെഡ്സ്, 1 ഈച്ച് സൈഡ് ഓഫ് ടേബിൾ, each side of table and other one is mounted on the cross rail. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ നമ്മളിവിടെ ക്രോസ് റെയിൽ എന്ന് പറയുന്ന പാർട്ടോടെ അഡീഷണൽ മെഷീൻ റിജിഡിറ്റി കൊടുക്കാനായിട്ട് ക്രോസ് റെയിൽ എന്ന പാർട്ടോടെ കൊടുത്തിട്ട് ഇവിടെ ഒരു സ്പിൻഡിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ ആയിരിക്കും. എന്താണ് ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ്റെ പ്രത്യേകത? അതിനകത്ത് 3 സ്പിൻഡിൽ ഹെഡുകൾ ഉണ്ടാവും. 2 ടേബിളിൻ്റെ 2 സൈഡിലായിട്ട് വരും. ഒരെണ്ണം അതിൻ്റെ മുകളിൽ ക്രോസ് റെയിൽ എന്ന് പറഞ്ഞ പാർട്ട് വരും. ആ ക്രോസ് റെയിലായിരിക്കും വരുന്നത്. അതാണ് ട്രിപ്ലക്സ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അടുത്താണ് പ്ലെയിനർ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. നമ്മുടെ പ്ലെയിനർ മെഷീൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ പ്ലെയിനർ ടൈപ്പ് മില്ലിംഗ് മെഷീനകത്ത് 4 സ്പിൻഡിലുകൾ കാണും, അല്ലെങ്കിൽ 4 ടൂൾ ഹെഡുകൾ കാണും. അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 4നെ ഓപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് മോട്ടർ ആയിരിക്കും. 4 ലൊക്കേഷനിലായിരിക്കും നമുക്ക് അറ്റ് എ ടൈമിൽ സൈമിൾട്ടേനിയസ്ലി നമുക്ക് 4 ഓപ്പറേറ്റ് ചെയ്യാം. വർക്ക് പീസിൻ്റെ 4 ഏരിയകളിലായിരിക്കും ഇത് മെഷീൻ ചെയ്യുന്നത്. ഈ ഫിഗറിൽ നമുക്കിവിടെ കാണാൻ നോക്കിക്കേ, 1 2 3 4 സ്പിൻഡിൽ ഹെഡുകളുണ്ട്. ബെഡിൻ്റെ മുകളിലായിട്ട് ടേബിൾ വരുന്നുണ്ട്. ആ ടേബിളിൽ നമ്മൾ വർക്ക് പീസിനെ ഫിക്സ് ചെയ്യും. ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇതിന് നമ്മൾ പ്ലാനോ മില്ലിംഗ് മെഷീനിലെ പ്ലെയിനർ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയും. അടുത്ത ടൈപ്പാണ് സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻസ്. അതിന് ഒരു എക്സാമ്പിളാണ് റോട്ടറി ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയും. റോട്ടറി ടേബിൾ മില്ലിംഗ് മെഷീൻ റിസംബിൾസ് എ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ബട്ട് ദ വർക്ക് ടേബിൾ ക്യാൻ റൊട്ടേറ്റ് അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് റോട്ടറി ടേബിൾ. ഇതാണ്ട് ഈ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ടല്ലോ, ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടേബിൾ വർക്ക് പീസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ടേബിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടേബിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ മെഷീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് മില്ലിംഗ് മെഷീനാണ് നമ്മൾ റോട്ടറി ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ഫോർ മെഷീനിങ് ഫ്ലാറ്റ് സർഫസസ് വിത്ത് ഹൈ പ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ഫ്ലാറ്റ് സർഫസസിനെ മെഷീൻ ചെയ്യാനായിട്ട് നമുക്ക് റോട്ടറി ടേബിൾ മില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ എന്ന് പറയും. പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ മെഷീനിങ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ മില്ലിംഗ് ഓഫ് സർക്കുലർ സർഫസസിൻ്റെ ഇന്റേണൽ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ മെഷീൻ ചെയ്യാനായിട്ട് സർക്കുലർ സർഫസ്, അപ്പോൾ സിലിണ്ടറിൻ്റെ ഔട്ടർ പാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ ഇന്നർ പാർട്ട് മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ എന്ന് പറയും. ഇവിടെ നമ്മുടെ വർക്ക് പീസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ടേബിൾ മൂവ് ചെയ്യില്ല, പകരം നമ്മുടെ ടൂൾ ഹെഡ് ഒരു പ്ലാനറ്ററി പാത്തിൽ മൂവ് ചെയ്തിട്ടാണ് മെഷീനിങ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ക്യാം ടൈപ്പ്. അതും ഒരു സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ്. എക്സ്ക്ലൂസീവ്ലി നമ്മൾ ക്യാം ഷാഫ്റ്റിലെ മെഷീൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മില്ലിംഗ് മെഷീൻസിനാണ് നമ്മൾ ക്യാം മില്ലിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ടേബിൾ മൂവ്മെൻറ്റ് നമ്മുടെ വർക്ക് പീസ്, ഇവിടെ ടൂളിന് പകരം നമ്മുടെ വർക്ക് പീസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. 2 ടൈപ്പ് ക്യാം മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ
ടേബിൾ മൂവ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക് ക്യാം ഉണ്ട്. ആ ക്യാമിൻ്റെ നമുക്ക് ഏത് ക്യാമിൻ്റെ പ്രൊഫൈലാണോ മെഷീൻ ചെയ്തെടുക്കേണ്ടത് ആ പ്രൊഫൈലിനെ കോപ്പി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക് ക്യാം ഉണ്ടാകും. ആ ഡിസ്ക് ക്യാമിൽ നിന്നായിരിക്കും ഡ്രൈവ് വർക്ക് പീസിൻ്റെ ടേബിളിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് പ്രൊഫൈൽ മില്ലിംഗ് മെഷീൻ ഓർ ഡ്യൂപ്ലിക്കേറ്റിംഗ് മില്ലിംഗ് മെഷീൻ എന്നൊക്കെ പറയും. അല്ല നമ്മൾ പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ, അങ്ങനെ പല ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്നുമില്ല, നമുക്കിവിടെ ഒരു ടെംപ്ലേറ്റ്, ഒരു റെഫറൻസ് ടെംപ്ലേറ്റ് കാണും. ആ ടെംപ്ലേറ്റിൽ നിന്ന് നമ്മൾ ആ ടെംപ്ലേറ്റിൽ പോലെ തന്നെ അല്ലെങ്കിൽ ടെംപ്ലേറ്റിന് സാമ്യമുള്ള രീതിയിലുള്ള വർക്ക് പീസസ് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രൊഫൈൽ മില്ലിംഗ് ഈസ് യൂസ്ഡ് ടു ഡ്യൂപ്ലിക്കേറ്റ് ദ ടെംപ്ലേറ്റ് അറ്റാച്ച്ഡ് ടു ദ മെഷീൻ. മെഷീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് മെഷീനാണ് ഡ്യൂപ്ലിക്കേറ്റിംഗ് അല്ലെ പ്രൊഫൈൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ്സ് ഓഫ് ദി കട്ടർ ഈസ് കൺട്രോൾഡ് ബൈ ഗൈഡ് പിൻ. അപ്പോൾ കട്ടറിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഗൈഡ് പിന്നിൻ്റെ സഹായത്തോടാണ്. ഈ ഗൈഡ് പിൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ടെംപ്ലേറ്റിൻ്റെ സർഫസിലൂടെ അല്ലെങ്കിൽ അവൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഔട്ടർ ബൗണ്ടറിലൂടെ മൂവ് ചെയ്യും. ആ മൂവ്മെൻറ്റ് നേരെ കോപ്പി ചെയ്ത് നമ്മുടെ സ്പിൻഡിൽ ഹെഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് പല മെക്കാനിസം ഉണ്ട്, പാൻറ്റോഗ്രാഫ് മെക്കാനിസം ഒക്കെ ഉണ്ട്. ആ മെക്കാനിസം ഉപയോഗിച്ച് ടെംപ്ലേറ്റിൻ്റെ പെരിഫറിയിൽ എങ്ങനെയാണോ നമ്മുടെ ഗൈഡ് പിൻ മൂവ് ചെയ്യുന്നത് ആ ഗൈഡ് പിന്നിൻ്റെ മൂവ്മെൻറ്റിനെ കോപ്പി ചെയ്തുകൊണ്ട് ആ മൂവ്മെൻറ്റ് നമ്മൾ സ്പിൻഡിൽ ഹെഡിൽ എത്തിക്കും. അങ്ങനെയാണ് സ്പിൻഡിൽ ആ ടെംപ്ലേറ്റിനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ആ സ്പിൻഡിൽ അതേപോലൊരു വർക്ക് പീസിന് നമുക്ക് മെഷീൻ ചെയ്ത് തരുന്നത്. അടുത്ത നമുക്ക് വീണ്ടും ഇതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മുടെ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ പാർട്സ് ഏതൊക്കെയാണ്? ബേസ് ഉണ്ടല്ലേ, ബേസ് ഉണ്ട്, കോളമുണ്ട്, സ്പിൻഡിലുണ്ട്, ഓവർ ഹാങ്ങിങ് ആം ഉണ്ട്, ആർബർ സപ്പോർട്ട് ഉണ്ട്, ആർബർ ഉണ്ട്, മില്ലിംഗ് കട്ടർ ഉണ്ട്, അതേപോലെ എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്, ക്രോസ് ഫീഡ് സ്ക്രൂ ഉണ്ട്, നീ ഉണ്ട്, സാഡിലുണ്ട്, ടേബിൾ ഉണ്ട്. ഇത്രയും പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാ ഇവിടെയാണ് ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ് വരുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡൽ ഫീഡ്, ഇത് ക്രോസ് ഫീഡ്, ഇത് എലിവേറ്റിംഗ് സ്ക്രൂ. അപ്പോൾ XYZലെ മൂവ്മെൻ്റ് ആയി. ഓക്കെ, പാർട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൊണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മില്ലിംഗ് മെഷീൻ്റെ പാർട്സിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് പാർട്ട് ബേസ് എന്ന് പറയുന്ന പാർട്ടാണ്. സോ ദ ബേസ് ഓർ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് സപ്പോർട്ട് ഓൾ അതർ പാർട്സ് ഓഫ് ദി മെഷീൻ ടൂൾ. മെഷീൻ ടൂളിൻ്റെ എല്ലാ പാർട്സിൻ്റെ വെയിറ്റ് ക്യാരി ഔട്ട് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നത് ബേസ് എന്ന് പറയുന്ന പാർട്ടായിരിക്കും. ദ വെർട്ടിക്കൽ കോളം ഈസ് മൗണ്ടഡ് അപ്പോൺ ദി ബേസ്. അപ്പോൾ ബേസ് ഇതാണ്, ഈ പാർട്ടിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും ഓവറാൾ മെഷീൻ്റെ വെയിറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നത് ഈ പാർട്ടായിരിക്കും. ഈ ബേസിൻ്റെ മുകളിലാണ് നമ്മൾ വെർട്ടിക്കൽ കോളം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചില മില്ലിംഗ് മെഷീൻ്റെ ടൈപ്പിനകത്ത് അതാണ്ട് ഈ റിസർവോയർ അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യുന്ന റിസർവോയർ സെപ്പറേറ്റ് കാണില്ല. പകരം ഈ ബേസ് എന്ന് പറയുന്നത് ഒരു ഹോളോ കാസ്റ്റിംഗ്, ഒരു ബേസിൻ്റെ ഒരു പോർഷൻ ഹോളോ കാസ്റ്റിംഗ് ആയിരിക്കും. ആ ഹോളോ പോർഷനിൽ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു പമ്പ് ഉപയോഗിച്ച് നമ്മുടെ ടൂൾ ഹെഡിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ മെഷീനിങ് സോണിലേക്ക് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില മെഷീൻസിൽ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ ആയിട്ടും ആക്ട് ചെയ്യും. ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പാർട്ടാണ് കോളം എന്ന് പറയും. ഇറ്റ് ഈസ് മൗണ്ടഡ് അപ്പോൺ ദ ബേസ് ആൻഡ് ഈസ് ബോക്സ് ഷേപ്പ് ആൻഡ് ഈസ് ഇൻ ബോക്സ് ഷേപ്പ്. അപ്പോൾ ബേസിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. അത് ബോക്സ് ഷേപ്പ് ആയിരിക്കും. നമുക്ക് ഈ മില്ലിംഗ് മെഷീനെ ഡ്രൈവ് കൊടുക്കേണ്ട എല്ലാ മെക്കാനിസംസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ കോളത്തിനുള്ളിലായിരിക്കും. ഇറ്റ് ഹൗസസ് ദ മെക്കാനിസം ഫോർ പ്രൊവൈഡിങ് ദ ഡ്രൈവ് ഫോർ ദി സ്പിൻഡിൽ. അപ്പോൾ സ്പിൻഡിൽ ഉണ്ടല്ലോ, അതാണ് ഈ സ്പിൻഡിൽ. ഇതാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. സ്പിൻഡിൽ ഇതിനുള്ളിൽ വരും. ഇവിടെ ഇത്രയും പോർഷനാണ് സ്പിൻഡിൽ വരുന്നത്. അപ്പോൾ ആ സ്പിൻഡിൽ ഡ്രൈവ് കൊടുക്കാനുള്ള മെക്കാനിസംസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോളത്തിനുള്ളിലായിരിക്കും. ദ ഫ്രണ്ട് വെർട്ടിക്കൽ ഫേസ് ഓഫ് ദി കോളം ഈസ് മെഷീൻഡ് ആക്യുറേറ്റ്ലി ടു ഫോം dovetail guideways for the knee to move up and down. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കോളം ഉണ്ടല്ലോ, ഈ കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസ്, ഇത്രയും ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്ന പോർഷൻ, ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ഡോവ്ടെയിൽ ഗൈഡ് വേ, എന്തൊരു ഗൈഡ് വേ ആണ്? ഒരു ഡോവ്ടെയിൽ ഗൈഡ് വേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഡോവ്ടെയിൽ ഗൈഡ് വേ പ്രൊവൈഡ് ചെയ്തത്? ഇവിടെ നീ എന്ന് പറയുന്ന പാർട്ടുണ്ട്. ഈ നീ എന്ന് പറയുന്ന പാർട്ടിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസിൽ ഒരു ഗൈഡ് വേ കൊടുത്തിരിക്കുന്നത്. ദ ടോപ്പ് ഓഫ് ദി കോളം ഹോൾഡ്സ് ആൻഡ് ഓവർ ഹാങ്ങിങ് ആം. ദ ടോപ്പ് പാർട്ട്, ഇപ്പോൾ ടോപ്പ് പാർട്ടിൽ എന്താണ് വരുന്നത്? ഒരു ഓവർ ഹാങ്ങിങ് ആം വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് കോളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ കോളം വരുന്നത് ബേസിൻ്റെ മുകളിലായിരിക്കും, കോളത്തിനുള്ളിലായിരിക്കും നമുക്ക് സ്പിൻഡിലിനെ ഡ്രൈവ് ചെയ്യാനുള്ള മെക്കാനിസംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത് ഒരു ഡോവ്ടെയിൽ ഗൈഡ് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഡോവ്ടെയിൽ ഗൈഡ് വേയിൽ കൂടി നമ്മുടെ നീ എന്ന് പറയുന്ന പാർട്ടിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത പാർട്ടാണ് നീ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നീ എന്ന് നോക്കാം. ഇറ്റ് സ്ലൈഡ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ദി ഗൈഡ് വേസ് ഓഫ് ദി കോളം. അപ്പോൾ കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസിൽ കൊടുത്തിരിക്കുന്ന ഗൈഡ് വേയിൽ കൂടി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാം. ഡിഫറെൻറ്റ് ഹൈറ്റിലുള്ള വർക്ക് പീസസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നീ എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലേ, ടേബിളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നീ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടാണ് നീ എന്ന് പറയും. ഈ നീ എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ കോളവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ ഒരു ഡോവ്ടെയിൽ ഗൈഡ് വേയിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻ എലിവേറ്റഡ് സ്ക്രൂ mounted on the base obtains this movement. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എലിവേറ്റീവ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം, ഒരു എലിവേറ്റീവ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു ഹാൻഡ് ഫീഡ് കാണിക്കുന്നുണ്ട്. ആ ഹാൻഡ് ഫീഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹാൻഡ് വീൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നീ എന്ന് പറയുന്നത് ഈ ഡോവ്ടെയിൽ ഗൈഡ് വേയിലൂടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പാർട്ടാണ് സാഡിൽ, അല്ലെങ്കിൽ സാഡിൽ എന്ന് പറയുന്ന പോർഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ നീയുടെ മുകളിലായിട്ട് വേറൊരു ഗൈഡ് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗൈഡ് വേയിലാണ് എന്ത് വരുന്നത്? സാഡിൽ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് സാഡിൽ എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ സാഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നീയുടെ മുകളിലായിട്ടൊരു ഗൈഡ് വേ കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് വേയിലാണ് സാഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നീയുടെ പോയിന്റ്സ് കൊണ്ട് പറയാം. നീ എന്ന് പറയുന്നത് നമ്മുടെ കോളത്തിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള, കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസിൽ കൊടുത്തിട്ടുള്ള ഡോവ്ടെയിൽ ഗൈഡ് വേയിൽ കൂടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നു. അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് ഒരു എലിവേറ്റിംഗ് സ്ക്രൂവും അതിനൊരു ഹാൻഡ് വീലും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എലിവേറ്റിംഗ് സ്ക്രൂവിൻ്റെ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീക്ക് ആ ഗൈഡ് വേസിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ നീയുടെ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് മറ്റൊരു ഗൈഡ് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗൈഡ് വേ എന്തിനാണ്? നമ്മളെ ക്രോസ് ഫീഡ് കൊടുക്കാൻ വേണ്ടിയുള്ള സാഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ഒരു ഗൈഡ് വേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ സാഡിലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സാഡിൽ ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ ഗൈഡ് വേസ് ഓഫ് ദി നീ ആൻഡ് മൂവ്സ് ടുവേഡ്സ് ഓർ എവേ ഫ്രം ദി ഫേസ് ഓഫ് ദി കോളം. അപ്പോൾ കോളത്തിൻ്റെ ഫേസിൽ നിന്ന് ടുവേഡ്സ് കോളമോ അല്ലെങ്കിൽ എവേ ഫ്രം ദി കോളമോ മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രോസ് ഫീഡ് മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? സാഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ സാഡിൽ എന്ന് പറയുന്നത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? സാഡിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നീയുടെ ടോപ്പിലാണ് നമ്മൾ സാഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നീയുടെ ടോപ്പിലായിട്ടൊരു ഗൈഡ് വേസ് ഉണ്ടാകും. ആ ഗൈഡ് വേസിൽ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു? നമ്മുടെ സാഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു ക്രോസ് ഫീഡ് ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഹാൻഡ് വീലാണ് നമ്മൾ ക്രോസ് ഫീഡിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ക്രോസ് ഫീഡ് ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഫുൾ അസംബ്ലി, സാഡിൽ അസംബ്ലി എന്ന് പറയുന്നത് ഒന്നുകിൽ നീയിലേക്ക് അല്ല കോളത്തിലേക്ക് മൂവ് ചെയ്യും, കോളത്തിൻ്റെ ഫ്രണ്ട് ഫേസിലേക്ക് മൂവ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് എവേ ആയിട്ട് മൂവ് ചെയ്യും, രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ നമ്മളിപ്പോൾ രണ്ട് മൂവ്മെൻറ്റ് പറഞ്ഞു. എന്താണ്? എലിവേറ്റഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുന്നു. സാഡിലിൻ്റെ ക്രോസ് ഫീഡ് സ്ക്രൂ അല്ലെങ്കിൽ സാഡിലിൻ്റെ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? ഇതിനെ നമുക്ക് ക്രോസ് ഫീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 4 മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആണ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ദ ടോപ്പ് ഓഫ് ദി സാഡിൽ ഹാസ് ബീൻ ഗൈഡ് വേസ് ഫോർ ദ ടേബിൾ മൂവ്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് കൂടെ വരുന്നുണ്ട്. എന്താണ്? ടേബിളിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൻ്റെ മൂവ്മെൻറ്റ് വരാൻ വേണ്ടി നമ്മൾ എവിടെയാണ് ഗൈഡ് വേസ് കൊടുക്കുന്നത്? ടേബിൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സാഡിലിൻ്റെ മുകളിലാണ്. ഇവിടെ നമുക്ക് നോക്കാം, സാഡിലിൻ്റെ മുകളിലാണ് ടേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ സാഡിലിൻ്റെ മുകളിലുള്ള ഗൈഡ് വേസിലായിരിക്കും ടേബിൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഹാൻഡ് വീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് വീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് വീൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ടേബിളിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ മൂവ്മെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ എലിവേറ്റിംഗ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. സാഡിലിൻ്റെ ക്രോസ് ഫീഡ് സ്ക്രൂ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് ഫീഡ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഇനി നമ്മുടെ എന്താണ്? നമ്മുടെ ടേബിളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് മൂവ്മെൻറ്റ് ആയപ്പോഴത്തേക്കിന് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 6 ഡയറക്ഷനിൽ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം.
സോ ഇനി ടേബിളിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ടേബിൾ ഈസ് മൗണ്ടഡ് ലോഞ്ചിറ്റ്യൂഡിനലി എയ്തർ ബൈ പവർ ഓർ ബൈ മാനുവൽ ഓൺ ദി ഗേഡ് വേസ് ഓഫ് ദി സാഡിൽ. അപ്പോൾ സാഡിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗേഡ് വേസിൽ കൂടെ നമുക്ക് പവറിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ നമുക്ക് എന്തിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നു, ടേബിളിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ടേബിൾ ഓഫ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ക്യാൻ ബി സ്വിവൽഡ് ഹൊറിസോണ്ടലി ടു പെർഫോം ഹെലിക്കൽ ഗ്രൂവ്സ്. അപ്പോൾ ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ്റെ ടേബിളിനെ നമുക്ക് സ്വിവൽ ചെയ്യാം. എങ്ങനെ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്വിവൽ ചെയ്തുകൊണ്ട് നമുക്ക് ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ സാധിക്കുന്നു. ദ ടോപ്പ് സർഫസ് ഓഫ് ദി ടേബിൾ ഹാസ് ഗോട്ട് T സ്ലോട്ട്സ് ഓൺ വിച്ച് ദ വർക്ക് പീസ് ഓർ ദ അതർ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആർ മൗണ്ടഡ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഒരു കാസ്റ്റിംഗ് ആയിരിക്കും. ആ കാസ്റ്റിങ്ങിൻ്റെ ടോപ്പിലായിട്ട് എന്താണ് T സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള വർക്ക് പീസസിനെ ഡിഫറെൻറ്റ് ഫിക്സേഴ്സിന് സഹായത്തോടു കൂടി ഫിക്സ് ചെയ്ത് പല ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് അവിടെ ഗേഡ് വേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാടാണ് സ്പിൻഡിൽ എന്ന് പറയും. സ്പിൻഡിൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് ദി കോളം. അപ്പോൾ കോളത്തിനുള്ളിൽ അപ്പർ പാർട്ടിലാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്ന സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് പവർ ഫ്രം ദി മോട്ടർ ത്രൂ ദി ബെൽറ്റ് ആൻഡ് ഗിയേഴ്സ് ആൻഡ് ക്ലച്ചസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കോളത്തിനുള്ളിൽ സ്പിൻഡിൽ ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ട്. ആ ഡ്രൈവിംഗ് മെക്കാനിസം എന്ന് ചിലപ്പോൾ ബെൽറ്റ് ഡ്രിവൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് ആയിരിക്കാം. എന്ത് ഡ്രൈവ് മെക്കാനിസം ആണെന്ന് അതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് അതിൻ്റെ ഓരോ ടൈപ്പ് അനുസരിച്ച് മാറും. അത് മാത്രമല്ല അതിനകത്ത് ക്ലച്ച് ഉണ്ട്. നമുക്ക് ഡ്രൈവ് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനും നമുക്ക് അവിടെ ഡോഗ് ക്ലച്ചിൻ്റെ സഹായം നമ്മൾ തേടാറുണ്ട്. ഡോഗ് ക്ലച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് കപ്ലിംഗ് ക്ലച്ച് എന്ന് പറയും. ആ ഡോഗ് ക്ലച്ചിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും മിക്കപ്പോഴും കൺവെൻഷണൽ മില്ലിംഗ് മെഷീനിൽ നമ്മൾ ഡ്രൈവ് എൻഗേജ് ചെയ്യുന്നത് ഡിസെൻഗേജ് ചെയ്യുന്നത്. ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദി സ്പിൻഡിൽ ഗോട്ട് എ ടേപ്പർ ഹോൾ ടു വിച്ച് ദ കട്ടർ ആർ ഹെൽഡ് വിത്ത് ഡിഫറെൻറ്റ് കട്ടർ ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പോൾ ഇവിടെ ഒരു ടേപ്പർ ഹോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരു ടേപ്പർ ഹോൾ ഉണ്ട്. ആ ടേപ്പർ ഹോളിനുള്ളിലേക്കാണ് നമ്മുടെ മോസ്റ്റ് ടേപ്പർ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മോസ്റ്റ് ടേപ്പർ ഉള്ളത് ടേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്പിൻഡിൽ. ആ ടേപ്പറിനുള്ളിലേക്കാണ് നമ്മൾ ടൂൾ അസംബ്ലി അല്ലെങ്കിൽ ടൂൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഇവിടെ ആർബർ എന്ന് പറയും. ആ ആർബർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആർബറിൻ്റെ ഓരോ എൻഡിൽ നമുക്കൊരു ടേപ്പർ ഉണ്ടാവും, മോസ്റ്റ് ടേപ്പർ ഉണ്ടാവും. ആ മോസ്റ്റ് ടേപ്പർ സ്പിൻഡിലിനുള്ളിൽ ടേപ്പറിലേക്കാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഡ്രോ ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോ ബോൾട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആർബറിനെ അല്ലെങ്കിൽ ടൂൾ ഹോൾഡിംഗ് ഡിവൈസായ ഹാർബറിനെ സ്പിൻഡിനുള്ളിൽ കണക്ട് ചെയ്യുന്നത് മോസ്റ്റ് ടേപ്പറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. അതിന് ഒരു പോസിറ്റീവ് ഡ്രൈവ് എൻഷുർ ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു ഡ്രോ ബോൾട്ട് കൂടെ കൊടുക്കും. എന്ത് ബോൾട്ടാണ്? ഡ്രോ ബോൾട്ട്. ഓർത്തിരിക്കുക, ഡ്രോ ബോൾട്ട്. ഓവർ ഹാങ്ങിങ് ആം എന്താണെന്ന് നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ദി ആർബർ ഫ്രം ദി ടോപ്പ് ഓഫ് ദി കോളം. അപ്പോൾ കോളത്തിൻ്റെ ടോപ്പിൽ ഇവിടെ നമ്മളിപ്പോൾ കോളം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന പോർഷനാണ് ഓവർ ഹാങ്ങിങ് ആം എന്ന് പറയുന്നത്. ദ ആർബർ ഈസ് സപ്പോർട്ടഡ് ബൈ ദ ബെയറിംഗ് ഫിറ്റഡ് വിത്തിൻ ദ ആർബർ സപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഒരു ആർബർ, ഇതാണ് ഓവർ ഹാങ്ങിങ് ആം. ഇവിടെ ഒരു ആർബർ സപ്പോർട്ട് കാണും. ഈ ആർബർ സപ്പോർട്ടിൻ്റെ ഉള്ളിൽ ഒരു ബെയറിംഗ് കാണും. ആ ബെയറിങ്ങിലായിരിക്കും ആർബറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഫുൾ വൈൽ യൂസിങ് സം സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ മെഷീൻ ചെയ്യുമ്പോഴും നമുക്ക് ഈ ആർബർ സപ്പോർട്ടിൻ്റെ സഹായം വേണ്ടി വരും. ഇനി എന്താണ് ആർബർ നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടേഴ്സ്. അപ്പോൾ ഇത് ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഈ ആർബർ എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടേഴ്സ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് സ്പിൻഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ടേപ്പർ പോർഷൻ. ഇതാണ് ടേപ്പർ ഷാങ്ക് വിത്ത് ടേപ്പർ, അല്ല ടേപ്പർ ഷാങ്ക് എന്ന് പറയാം. ആ പോർഷനാണ് നമ്മൾ സ്പിൻഡിലിനുള്ളിലേക്ക്, ആ യെല്ലോ പോർഷനാണ് സ്പിൻഡിലിനുള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെയാണ് ഡ്രോ ബോൾട്ടിൻ്റെ സ്ലോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഡ്രോ ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ഡ്രൈവ് ഓട്ടോമാറ്റിക്കായിട്ട് ആർബറിലേക്ക് വരും. ഈ പോർഷനിലാണ് നമ്മുടെ ഓവർ ഹാങ്ങിങ് ആമിനകത്തൊരു ബെയറിംഗ് ഇട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ബെയറിങ്ങിനും ആ സ്പിൻഡിലിൽ നിന്ന് വരുന്ന ഡ്രൈവ് ഒരു എൻഡിൽ നമ്മൾ ആർബർ സപ്പോർട്ട് ഉണ്ടാകും. ആർബർ സപ്പോർട്ടിനുള്ളിൽ ബെയറിങ്ങിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്പേസർ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. സ്പേസറുണ്ട്. ഈ സ്പേസർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൂളിനെ നമ്മൾക്ക് ഏത് പൊസിഷനിലാണ് മെഷീൻ ചെയ്യേണ്ടത്, അപ്പോൾ ആ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സ്പേസേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്പേസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ടൂളിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ കട്ടറിൻ്റെ ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചില സ്ലാബ് മില്ലിങ്ങിലൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ മെഷീൻസ് കട്ടർ യൂസ് ചെയ്യേണ്ടി വരും. ആ കണ്ടീഷനിൽ എന്താണ് നമ്മൾ ആ കട്ടറിൻ്റെ
ഇടയ്ക്കുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഈ സ്പേസർ ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ സ്പേസർ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ആർബർ എന്താണെന്ന് നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടർ യൂസ്ഡ് ഇൻ ദ മെഷീൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഇറ്റ് ഈസ് ഡ്രോൺ ഇൻ ടു ദ ടേപ്പർ ഹോൾ ഓഫ് ദി സ്പിൻഡിൽ ബൈ എ ഡ്രോ ബോൾട്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ലെഫ്റ്റ് എൻഡിലായിട്ട് നമുക്കൊരു ടേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ടേപ്പർ എന്ന് പറയുന്നത് സ്പിൻഡിലിൻ്റെ ഉള്ളിൽ ടേപ്പറുമായിട്ട് മാച്ച് ചെയ്യും. അതൊരു മോസ് ടേപ്പർ ആയിരിക്കും. അതിനൊരു പോസിറ്റീവ് ഡ്രൈവ് എൻഷുർ ചെയ്യാനായിട്ട് നമ്മുടെ അവിടെ ഡ്രോ ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1 or more cutters are mounted on the arbor by placing spacing collar. അപ്പോൾ സ്പേസർ കോളറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒന്നിൽ കൂടുതൽ മില്ലിംഗ് കട്ടറുകൾ അറ്റ് എ ടൈമിൽ നമുക്ക് ആർബറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മെഷീൻ ചെയ്യാൻ സാധിക്കും. ദ ആർബർ ഈസ് സപ്പോർട്ടഡ് ബൈ ആൻ ആർബർ സപ്പോർട്ട്. അപ്പോൾ ആർബറിൻ്റെ ഒരു എൻഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർബർ സപ്പോർട്ട് ഉണ്ടാകും. ആർബർ സപ്പോർട്ടിൻ്റെ ദി ആർബർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ മോസ് ടേപ്പർ ഓർ സെൽഫ് റിലീസിങ് ടേപ്പർ. അപ്പോൾ എൻഡിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടേപ്പറിന് മോസ് ടേപ്പർ എന്ന് പറയും. ഈ സെയിം ടേപ്പർ തന്നെയാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, അവിടെ യൂസ് ചെയ്യുന്ന മോസ് ടേപ്പറിനെ കുറിച്ച്. സോ ഇനി അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോളം ആൻഡ് നീ ടൈപ്പ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനാണ്. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളം ആൻഡ് നീ ടൈപ്പ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. ഒരു വ്യത്യാസമില്ല, കമ്പോണൻസ് എല്ലാം വളരെ സെയിം ആണ്. ബേസ് ഉണ്ട്, കോളം ഉണ്ട്, നീ ഉണ്ട്, എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്, ഫീഡിൻ്റെ ഉള്ള എല്ലാ പ്രൊവിഷൻസും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടുത്തെ നമ്മുടെ സ്പിൻഡിലിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ടേബിൾ ടോപ്പിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ടേബിൾ ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കാണാം, അതായത് കണ്ടോ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം അല്ലേ. നമ്മുടെ ടൂള് അല്ലെങ്കിൽ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റൊട്ടേഷൻ മാത്രമല്ല, ഇതിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും ഉണ്ട്. It is very similar to horizontal milling machine in the construction, and it has same parts of base, column, knee, saddle and table. സെയിം പാർട്സ് തന്നെയാണ് വരുന്നത്. ദ സ്പിൻഡിൽ ഓഫ് ദി മെഷീൻ ഈസ് പൊസിഷൻഡ് വെർട്ടിക്കലി. നമ്മുടെ ടൂൾ അല്ലെ മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുന്ന സ്പിൻഡിൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ദ കട്ടർ ആർ മൗണ്ടഡ് ഓൺ ദി സ്പിൻഡിൽ. അപ്പോൾ കട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്പിൻഡിലായിരിക്കും. The spindle is rotated by power obtained from the mechanisms placed inside the column. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് സ്പിൻഡിലിന് ഡ്രൈവ് ചെയ്യാനുള്ള മെക്കാനിസം ഇൻക്ലൂഡ് ചെയ്യുന്നത് കോളത്തിനുള്ളിലായിരിക്കും. അപ്പോൾ ഈ കോളത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഗിയർ ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ക്ലച്ച് മെക്കാനിസം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്ര മെക്കാനിസംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കോളത്തിനുള്ളിലായിരിക്കും. ആംഗുലാർ സർഫസസ് ആർ മെഷീൻഡ് ബൈ സ്വിവലിംഗ് ദ സ്പിൻഡിൽ ഹെഡ്. നമ്മൾ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നു, നമുക്ക് സ്പിൻഡിൽ ഹെഡ് സ്വിവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ഇവിടെ ഒരു ആംഗുലാർ ഗ്രാജുവേഷൻ കൊടുത്തിരിക്കുന്നത് കാണാമല്ലോ. ഈ ആംഗുലാർ ഗ്രാജുവേഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ഹെഡിനെ സ്വിവൽ ചെയ്തുകൊണ്ട് നമുക്ക് ആംഗുലാർ സർഫസസിനെ മെഷീൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയാണ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് വരുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് വരുന്നത്. അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, എല്ലാം ഓർത്തിരിക്കുക. നമ്മളിനി അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. എലമെൻറ്റ്സ് ഓഫ് എ പ്ലെയിൻ മില്ലിംഗ് കട്ടർ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മില്ലിംഗ് കട്ടറിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയും. അപ്പോൾ നമുക്ക് പാർട്സ് 1 by 1 ആയിട്ട് നോക്കി പോവാം. ഇതാ ഇവിടെ ബോഡി ഓഫ് ദി കട്ടർ എന്ന് പറയുന്നൊരു സാധനം കാണിച്ചിട്ടുണ്ട്, ബോഡി ഓഫ് ദി കട്ടർ. ഓക്കെ, ഓർത്തിരിക്കുക, ബോഡി ഓഫ് ദി കട്ടർ. പിന്നെ കട്ടിങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്, അതാ ഇവിടെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്സൈഡ് ഡയമീറ്റർ, കട്ടറിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ റൂട്ട് ഡയമീറ്റർ ഒരു ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയും, റൂട്ട് ഡയമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെ റൂട്ട് ഡയമീറ്ററിൻ്റെ ഡിഫറൻസിൽ ഉള്ള പോർഷനെയാണ് നമ്മൾ ടൂത്ത് ഡെപ്ത് എന്ന് പറയുക. അപ്പോൾ ടൂത്ത് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്റർ മൈനസ് റൂട്ട് ഡയമീറ്റർ ബൈ 2 ആയിരിക്കും എന്ത് ടൂത്ത് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് സിമ്പിൾ ലോജിക്കാണ്, നമുക്കറിയാം. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ഡയമീറ്റർ തരുന്നുണ്ട്, അതേപോലെ റൂട്ട് ഡയമീറ്റർ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ട് ടൂത്ത് ഡെപ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്റർ മൈനസ് റൂട്ട് ഡയമീറ്റർ ബൈ 2 ആയിരിക്കും അതിൻ്റെ ആൻസർ. അതേപോലെ തന്നെ ഇതാ ഇനി അടുത്ത പാർട്ടാണ് ഫില്ലറ്റ് ഓർ റൂട്ട് റേഡിയസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. ഈ ഇൻസൈഡ് പോർഷനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ ഗ്യാഷ് ഓർ ചിപ്പ് സ്പേസ് എന്ന് പറയും, ചിപ്പ് വന്ന് കളക്ട് ആകുന്ന അല്ലെങ്കിൽ ചിപ്പ് വന്ന് തട്ടുന്ന പോർഷൻ ഉണ്ട്, അതിന് നമ്മൾ ഗ്യാഷ് എന്ന് പറയും, അല്ല നമ്മൾ ചിപ്പ് സ്പേസ് എന്ന് പറയും. അതേപോലെ തന്നെ
ഈ സർഫസ് ഉണ്ടല്ലോ ഇതിനെ നമ്മൾ സെക്കൻഡറി ക്ലിയറൻസ് സർഫസ് എന്നാണ് പറയുന്നത്. ഈ സർഫസിനെ നമ്മൾ പറയുന്നത് സെക്കൻഡറി ക്ലിയറൻസ് സർഫസ് എന്ന് പറയും. അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല, ഓർത്തിരിക്കുക, സെക്കൻഡറി ക്ലിയറൻസ് സർഫസ് എന്ന് പറയും. ഇനി ഈ പോർഷനെ, അതാണ്ട് ഈ പോർഷൻ നമ്മൾ ബാക്ക് ഓഫ് ടൂത്ത് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്ക് ഓഫ് ടൂത്ത് എന്ന് പറയും. അതിൻ്റെ ടോപ്പിലായിട്ട് വരുന്ന പോർഷനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയും. ലാൻഡിൻ്റെ ഇപ്പുറത്തായിട്ട് വരുന്ന പോർഷൻ, അതാണ്ട് ഈ പോർഷനെ നമ്മൾ ഫേസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കുന്നുണ്ട്, ഞാൻ എന്നാലും എലമെൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 5 ആംഗിൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ നമുക്കൊരു റേക്ക് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, ഇതാ ഒരു റേക്ക് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, ഒരു റിലീഫ് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, പ്രൈമറി ക്ലിയറൻസ് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, സെക്കൻഡറി ക്ലിയറൻസ് ആംഗിൾ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ലിപ്പ് ആംഗിളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 5 ആംഗിൾ വരുന്നുണ്ട്. ബാക്കി ഇത്രയും പാർട്സും അല്ലെങ്കിൽ എലമെൻറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ബോഡി ഓഫ് കട്ടർ. അപ്പോൾ ബോഡി ഓഫ് കട്ടർ എന്താണ് ബോഡി എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കട്ടർ ലെഫ്റ്റ് ആഫ്റ്റർ എക്സ്ട്രൂഷൻ ഓഫ് ദി ടൂത്ത്. അപ്പോൾ ടൂത്ത് ഫുള്ളായിട്ട് നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന പോർഷനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ബോഡി ഓഫ് ദി കട്ടർ എന്ന് പറയുന്നത്. ഈ പോർഷനാണ് ബോഡി ഓഫ് ദി കട്ടർ. അപ്പോൾ ടൂത്തിൻ്റെ എക്സ്ട്രൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടൂത്ത് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന പോർഷനെയാണ് നമ്മൾ ആ ബ്ലാങ്കിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് ഫേസ് എന്ന് പറയും. ഈ പോർഷനാണ് ഫേസ്. നോക്കിക്കോ, ഈ പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ്ട് ഫേസ് ഓഫ് ടൂത്ത്. ഓക്കെ, ഫേസ് ഓഫ് ടൂത്ത്. ഫേസ്, ദ പോർഷൻ ഓഫ് ദി ടീത്ത് നെക്സ്റ്റ് ടു ദ കട്ടിംഗ് എഡ്ജ് ഈസ് നോൺ ആസ് ഫേസ്. അപ്പോൾ കട്ടിംഗ് എഡ്ജിനോട് അടുത്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ, ഇതാണല്ലോ നമ്മുടെ കട്ടിംഗ് എഡ്ജ്. ഇതാണ്ട് ഇപ്പോൾ ആ റെഡ് പോയിന്റ് വന്നിരിക്കുന്നില്ല, അതിനാണ് നമ്മൾ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ആ കട്ടിംഗ് എഡ്ജിനോട് ചേർന്ന് വരുന്ന പോർഷൻ, അതാണ്ട് ഈ പോർഷൻ, ആ പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് ഓഫ് ദി ടൂത്ത് എന്ന് പറയുന്നത്.